ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ അമ്മിണിയമ്മ സത്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു പറയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് വർഷയുടെ പിന്നാലെ ഈ നന്ദിനി പോകുന്നത് കണ്ട് ഒരു സംശയം തോന്നി. ഞാനും പിന്നാലെ പോയി. പ്ലാൻ ചെയ്യുന്നത് എന്റെ കുടുംബത്തെ അപമാനിക്കാനാണെന്ന് മനസ്സിലായപ്പോ ഒളിച്ചു നിന്ന് മുഴുവനും കേട്ടു. ദാ ഈ ക്യാമറയിൽ പകർത്തി. ആ നിമിഷം മുതല് ഒരു നിഴല് പോലെ ഞാൻ ഇവരുടെ പിന്നിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവർ 3 പേരും കൂടെ മുകളിൽ നിന്ന് പ്ലാൻ ചെയ്യുന്നത് ഒരാൾ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് അച്ചമ്മയായിരുന്നോ? അങ്ങനെ അച്ചമ്മ അതെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് വർഷ റൂമിൽ ചെന്ന് നന്ദിനിയുടെ കയ്യിലേക്ക് ആ സ്വർണ്ണവള വെച്ചു കൊടുക്കുന്നതും എല്ലാം അച്ചമ്മ അങ്ങനെ ഫോണില് പകർത്തണേ. നന്ദിനി അവിടുന്ന് നേരെ അതുമായി റൂമിലേക്ക് കയറണേ. അതിന്റെ മുന്നേ അച്ചമ്മ ആ റൂമിൽ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നന്ദിനി ഡോറൊക്കെ ലോക്ക് ചെയ്ത് ശ്രീചേർത്തിയുടെ ബാഗ് എടുത്തിട്ട് ആ ബാഗിന്റെ അകത്ത് വെക്കണേ. ശേഷം ഡോറ് തുറന്ന് അവിടുന്ന് പോകും. നന്ദിനി പോയി കഴിഞ്ഞാല് അച്ഛമ്മ വന്ന് ആ ബാഗ് തുറന്നു നോക്കണേ. ശേഷം ആ 4 വളകൾ എടുക്കും. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അച്ഛമ്മ ഇപ്പൊ പറയണേ. ഇത് കേൾക്കുന്ന ശങ്കരനാരായണൻ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ പറയും, അങ്ങനെ അവര് പോകുന്നതിന് മുമ്പ് ഞാൻ ഇതെടുത്ത് കയ്യിൽ വെച്ചു. ശേഷം രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ദാ ആ ചെടിച്ചട്ടിയുടെ താഴെ കൊണ്ടുപോയി വെച്ചു. ഇനി വർഷയും ശ്രീകാന്തും നന്ദിനിയും പറ, ആരാ യഥാർത്ഥ മോഷ്ടാവ്? അവര് 3 പേരും നിന്ന് നാണം കിട്ടിട്ടുണ്ട്. ശങ്കരൻ ദേഷ്യത്തോടുകൂടെ വന്നേ ശ്രീകാന്തിന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കണേ. ഈരടി ആരും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ഞെട്ടിപ്പോകും. നാറി ഇനി എന്റെ മുന്നിൽ കണ്ടുപോകരുത്. അപ്പോഴേക്ക് പത്മ വന്നിട്ടേക്കും എല്ലാവരുടെ മുന്നിലും ഞങ്ങൾ ഇങ്ങനെ നാണം കെടുത്തിയിട്ട് എന്ത് കാണാൻ നിൽക്കുക? വർഷേ വിളിച്ചോണ്ട് പോടാ നിന്റെ ഭാര്യയെ. അത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ഒന്നുകൂടെ സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ശ്രീകാന്ത് നാണം കെട്ട് അവിടുന്ന് പോകുമ്പോ വർഷയും പിന്നാലെ പോവാണേ. ഇപ്പൊ നന്ദിനി ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഉരുകാണ്. അങ്ങനെ റൂമിൽ ചെന്നാലേ ശ്രീകാന്ത് പറയും, നിനക്കിപ്പോ തൃപ്തിയല്ലോ? വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ഇനി അച്ഛന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റാതായില്ലേ? അതിന് ആ തള്ള ഇങ്ങനെ ഡിക്റ്റേറ്റീവ് പണി ചെയ്യുന്നു ഞാൻ അറിഞ്ഞു ശ്രീയേട്ട. ശ്രീകാന്തിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. വർഷയെ തല്ലാനൊക്കെ കയ്യോങ്ങുന്നുണ്ട്. പക്ഷെ തല്ലിയിട്ടില്ല. ആകെ പ്രാന്ത് പിടിച്ച് നിൽക്കുക അവിടെ. ശേഷം ഹാളില് ശങ്കരനാരായണൻ വിക്രത്തോട് സോറി പറയണേ. വിക്രം സോറി പറയുന്നതില് അർത്ഥമില്ലെന്നറിയാം. ഇങ്ങനൊരു സിറ്റുവേഷൻ ഇവരാരും പ്രതീക്ഷിച്ചതല്ല. സോറി. വീട്ടുകാരെ കൂടി അപമാനിക്കാൻ ശ്രമിച്ചതിന് അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പോ വിക്രം ഒന്നും മിണ്ടുന്നില്ല. അമ്മിണിയച്ചമ്മ പറയും, അതൊന്നും സാരമില്ല ശങ്കരനാരായണനാ. അവരെ അപമാനിക്കാൻ ശ്രമിച്ചല്ലേ ഉള്ളൂ, അപമാനിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സത്യമുള്ളത് കൊണ്ട് അത്. അപ്പൊ മുത്തശ്ശി എന്നിട്ട് പറയും, എന്നാലും നല്ലൊരു കാര്യത്തിന് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോ അമ്മയും പറയും, ഇതെനിക്ക് ഇന്നലെ പൊളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അപ്പൊ വിക്രവും വേദയും ഇന്നലെ ഇവിടുന്ന് ഇറങ്ങി പോവായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി മിണ്ടാതെ നിന്നതാ. വേദ എന്നിട്ട് പറയും, എനിക്കെതിരെയുള്ള പക തീർക്കാനായിട്ട് ആ പാവം ശ്രീചേർത്തിയെ ഇരയാക്കണ്ടായിരുന്നു നന്ദിനിയെടുത്തി. അവരെല്ലാ കാര്യത്തും നിങ്ങൾ നന്നായി കാണുമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പൊ നന്ദിനി വേദയുടെ കൈ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയും, പറ്റിപ്പോയി മോളെ, നിന്നെയും ശ്രീചേർത്തിയും തമ്മിൽ തെറ്റിക്കാനാണെന്ന് പറഞ്ഞപ്പോ അറിയാണ്ട് ചെയ്തു പോയതാ. നീ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞു മാപ്പ് പറയുന്ന പോലെ സംസാരിക്കുമ്പോ അമ്മണിയമ്മ പറയും, നിന്നെ എന്ത് വേണമെന്നേ ഇവിടുന്ന് ഇറങ്ങിയിട്ട് തീരുമാനിക്കാം. അപ്പോഴേക്കും വേദ കൈ അങ്ങ് തട്ടി മാറ്റും. അച്ഛൻ പറയും, തൽക്കാലം വീടത്തട്ടെ. മുത്തശ്ശി പറയും, അങ്ങനെ പിണക്കത്തിൽ ഇറങ്ങി പോവരുത് അമ്മണിയമ്മേ. അവരെന്തെങ്കിലും ചെയ്തതിനെ ഞങ്ങളെ വിഷമിപ്പിക്കരുത്. അച്ഛൻ പറയും, പിണക്കോ? എന്തിനെ? അതിന് നിങ്ങൾ എന്ത് തെറ്റ്? പത്മൻ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കേ, നമ്മൾ എല്ലാവരും കൂടെ കഴിച്ച് സന്തോഷത്തോടെ പിരിയുന്നുള്ളൂ. അങ്ങനെ അവരൊക്കെ ഫുഡ് എടുക്കാൻ പോകുന്ന സമയത്ത് അമ്മണിയമ്മ നന്ദിനിയോട് പറയും, നിനക്ക് ഇവിടുന്ന് ഇനിയൊരു തുള്ളി ജലപാനം പോലും ഇല്ല, പോയി പുറത്തിരിക്കേ. വേദമോളെ വിക്രം വാ എന്ന് പറഞ്ഞ് അവരെ കൂട്ടി അച്ഛമ്മ അവിടുന്ന് ഫുഡ് കഴിക്കാനായി പോവും. നന്ദിനി ആകെ നിന്ന് നാണം കെട്ടിട്ടുണ്ട്. അവിടുന്ന് പുറത്തേക്ക് പോവണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് അവര് നേരെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയിരിക്കണേ. അങ്ങനെ തിരുമേനി പ്രസാദൊക്കെ കൊടുക്കും. എന്നിട്ട് വയ്ക്കും, 2 വീടുകളിലും വിഗ്രഹം വെച്ച് പ്രാർത്ഥിച്ചല്ലോ. അച്ഛൻ പറയും, ചെയ്തു. തിരുമേനി പറയും, എങ്കിൽ ആ വിഗ്രഹം 2 പേരും കൂടെ നടയിലേക്ക് വെച്ചോളൂ. അപ്പോ വിക്രമും വേദയും കൂടെ തന്നെ അവിടെയും ആ വിഗ്രഹം താഴെ വെക്കണ്. അത് കഴിഞ്ഞ് തിരുമേനി പറയും, പറഞ്ഞ പോലെ എല്ലാ ചൊവ്വയും വെള്ളിയും വന്ന് തൊഴാൻ മറക്കരുത്. പറ്റുമെങ്കിൽ 2 ദിവസവും വരണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് അവരവിടുന്ന് പറഞ്ഞയക്കുന്നത്. അങ്ങനെ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ അച്ഛമ്മ നന്ദിനിയോട് വയ്ക്കും, അവിടെ നിൽക്ക്, എന്താ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഇനിയും തലയിൽ കുരുട്ടുബുദ്ധി തോന്നണമെന്നാണോ? അയ്യോ അങ്ങനെ പറയരുത് അച്ഛമ്മേ, എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അച്ഛൻ പറയും, എടി അറിയാതെ പെട്ടെന്ന് സംഭവിക്കുന്നതാ അബദ്ധം. ആലോചിച്ച് ചെയ്യുന്നതിനെ ആസൂത്രിത കുറ്റെന്നാ പറയാ. വിക്രം ചോദിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ട് തന്നെയല്ലേ നന്ദിനിയടുത്ത് അവിടെ നിന്നത്? സത്യത്തിൽ അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? വേദ പറയും, മനസ്സിലായില്ലേ? എന്നെയും ശ്രീചേർത്തിയും തമ്മിൽ തെറ്റിക്കുക. അച്ഛൻ പറയും, ഈ കാര്യം പറഞ്ഞ് അടുപ്പത്തിലാവാൻ തുടങ്ങിയ 2 കുടുംബങ്ങളെയും വീണ്ടും ശത്രുതയിലാക്കാലോ അല്ല നന്ദിനി? നന്ദിനി പറയും, തെറ്റുപറ്റിപ്പോയി. ഇനി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിനി അമ്മയോടോ അച്ഛനോടോ ശ്രീചേർത്തിയോടോ ഒന്നും പറയരുത് എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അച്ഛൻ പറയും, ഞാൻ പറയാണ്ടിരുന്നിട്ട് എന്താ കാര്യം? വേദയുടെ അച്ഛമ്മയോ അമ്മയോ വിളിച്ചു പറഞ്ഞാ തീർന്നില്ലേ? അത് കേൾക്കുമ്പോ നന്ദിനി പേടിച്ച് വേദയോട് പറയും, അവരെ വിളിച്ച് പറയണം, പറയരുതെന്ന്. ആദ്യം എല്ലാരും നന്ദിനി ഇട്ടെന്ന് വട്ടം കറക്കും. ശേഷം പറയും, ഇല്ല. വിക്രം പറയും, അല്ല ഈ പ്ലാനിലെ വിനായകൻ ചേട്ടനുണ്ടോ
ഇല്ല. വിക്രം പറയും, അല്ല ഇത്തരം കാര്യങ്ങളില് കാലങ്ങൾക്ക് മുമ്പേ സക്സസ് ആയിട്ടുള്ളത് വിക്രം ചേട്ടനാണല്ലോ, അതോട് ചോദിച്ചതാ. ഇത് കേൾക്കുമ്പോ വേറെ ഇങ്ങനെ വിക്രത്തെ നോക്കുന്നുണ്ട്. അങ്ങനെ ശേഷം വിക്രം അച്ഛമ്മയോട് പറയും, അച്ഛമ്മേ വേറൊരു കാര്യം പറയാനുണ്ട്. അച്ഛമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഈ നാടകത്തിന് വരെ ഞാൻ കൂട്ടുനിന്നു. ഇനി എന്നോടൊന്നും ആവശ്യപ്പെടരുത്. ഈ ചൊവ്വ വെള്ളി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് വരരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ ഞാൻ ഇറങ്ങാം, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോണം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ അച്ഛമ്മ പറയും, എടാ ഞാൻ നേരെ തറവാട്ടിലേക്ക് പോവാണ്, നിനക്ക് ഇവരെ വീട്ടിലാക്കിയിട്ട് പോയിക്കൂടെ? വിക്രം പറയും, ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ആളല്ലേ, പിന്നെ ഞാൻ എന്തിനാ വീട്ടിലേക്ക് കൂട്ടുപോകുന്നത്? ശരിയെന്നാ എന്ന് പറഞ്ഞ് വിക്രം അവിടുന്ന് പോവാണ്. വിക്രം പോയി കഴിഞ്ഞാ അച്ഛമ്മ പറയും, ഇവന്റെ പെരുമാറ്റത്തില് ഒരുപാട് മാറ്റം വന്നല്ലേ മോളെ? ഭേദ പറയും, അതെ, ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ എല്ലാത്തിനും ഇങ്ങനെ കൂട്ടുനിന്ന് തരില്ലായിരുന്നല്ലോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും നന്ദിനി മനസ്സിൽ വിചാരിക്കും, തള്ളേ അവരുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയതിനെ നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്, നോക്കിക്കോ എന്നിങ്ങനെ മനസ്സിൽ പറയണേ. അങ്ങനെ വേദ പറയും, എങ്കിൽ പിന്നെ നമുക്ക് പോവാ അച്ഛമ്മേ. അങ്ങനെ അവരവിടുന്ന് പോവാ. ശേഷം പിന്നീട് കാണിക്കുന്നത് വർക്ക്ഷോപ്പിലാണ്. വിക്രം വന്നില്ലേടോ? വന്നിട്ടുണ്ട്. ഇതാ വന്നപ്പോ മുതലേ വണ്ടിയുടെ അടിയിലാണേ. അങ്ങനെ അപ്പോഴേക്കും വിക്രം അവിടെ നിന്ന് ഇറങ്ങി വരികയാണേ. എന്നിട്ട് വണ്ടിയുടെ പ്രശ്നമൊക്കെ പറഞ്ഞു കൊടുക്കണേ. അപ്പൊ എന്റെ വാക്ക് വെറുതെ ആയില്ല അല്ലേ ജോസഫേ? ഇനി ഇടയ്ക്ക് വെച്ച് ഇത് അവസാനിപ്പിച്ച് വീണ്ടും തല്ലിനും വഴക്കിനൊക്കെ പോവോ? ജോസഫ് പറയും, അടി കൊടുക്കേണ്ടവർക്ക് ഇടയ്ക്ക് ചെന്ന് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ വിക്രം ശരിക്കൊരു പാവായി പോവും. ഒന്ന് പോടാ, ഇനി ആ വക പരിപാടിക്കൊന്നും വിക്രം പോവില്ല അല്ലേടാ? വിക്രം ഒന്നും പറയാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ജോലി ചെയ്യണേ. നിന്റെ സമയം ഇപ്പൊ ബെസ്റ്റ് ടൈമാ. ഒരു ചേഞ്ച് ഒക്കെ നല്ലതാ. നീ ജോലി ചെയ്യാൻ തുടങ്ങി, നിന്റെയും വേദയുടെയും വീട്ടുകാരെ പരസ്പരം സഹകരിക്കാൻ തുടങ്ങി. ജോസഫ് പറയും, അതിനിപ്പോ എല്ലാവരും സഹകരിച്ചിട്ടില്ലല്ലോടാ. എടാ അവന്റെ ഏട്ടനെയും കുടുംബത്തെയും ഇവനെന്തിനു മൈൻഡ് ചെയ്യണം? അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ കൂടെ നിൽക്കുന്നില്ലേ? അത് മതി. ഇവന്റെ വീട്ടുകാർക്കും എതിർപ്പൊന്നുമില്ല. പിന്നെന്തിനാ ഇവനും വേദയും വെറുതെ വഴക്കടിച്ച് നിൽക്കുന്നത് എന്ന് സജീവ് ചോദിക്കുമ്പോ ജോസഫ് പറയും, അതെ അങ്ങനെ ചോദിക്കേ. അന്നേരപ്പോ ഞാനും അത് തന്നെയാ ചോദിച്ചത്. അപ്പൊ അവൻ പറഞ്ഞ മറുപടി കേൾക്കണോ? ആണും പെണ്ണും തമ്മിലുള്ള സ്നേഹം അങ്ങനെ പറഞ്ഞുറപ്പിച്ചുണ്ടാക്കേണ്ടതല്ലെന്ന്. ഈ ലോകത്ത് വീട്ടുകാരുറപ്പിച്ച കല്യാണം കഴിഞ്ഞതിനു ശേഷം ജീവിക്കുന്നവരെല്ലാവരും അങ്ങനെ പറഞ്ഞുറപ്പിച്ചതിനു ശേഷം ജീവിക്കുന്നവര് തന്നെയല്ലേ? അതെന്താ ഇവന് മനസ്സിലാവാത്തത്? വിക്രം പറയും, എടാ അതിന്റെ പേര് സ്നേഹം നല്ലടാ ജോസഫേ. ജോസഫയ്ക്കും പിന്നെന്താ മാങ്ങത്തൊല്ലിന്നാണോ? എടാ കുടുംബവും വംശവും നിലനിർത്താനും സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനും മനുഷ്യൻ കണ്ടെത്തിയൊരു മാർഗം ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്. സജീവയ്ക്കും അതിൽ സ്നേഹമില്ലെന്നാണോ നീ വാദിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പല കുടുംബങ്ങളും സ്നേഹമില്ലാതെ ജീവിക്കുന്നു എന്നാണോ നീ പറയുന്നത്? മണ്ടത്തരം പറയലേടാ വിക്രം. സജീവ് പറയും, ഇവൻ വിചാരിക്കുന്നത് കിണറ് താനെ കുത്തിപ്പോകുമ്പോ ഉറവ താനെ ഉണ്ടാകുന്നത് പോലെ സ്നേഹം താനെ ഉണ്ടാകുന്ന അല്ലേ വിക്രം മോനെ? വിക്രം പറയും, എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? സജീവ് പറയും, ഉണ്ടാവാം. ഈ ആണിന്റെയും പെണ്ണിന്റെയും ജീവിതത്തില് ഈ സ്നേഹം എന്നുള്ള ഉറവം ഉണ്ടാവണമെങ്കിലേ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആദ്യം ഒരു കിണർ കുഴിക്കണ്ടേ വിക്രം? അതാണ് പോയിന്റ്. അതായത് രണ്ടുപേരും കൂടെ തമ്മില് ജീവിച്ചു തുടങ്ങുമ്പോ അതങ്ങ് ഉണ്ടായിക്കോളും എന്നർത്ഥം. അങ്ങനെ സംസാരിക്കുമ്പോ സജീവ് പറയും, അതൊക്കെ നിക്കട്ടെ, വൈകിട്ടത്തെ പരിപാടി എന്താന്ന് പറ. വിക്രത്തിന് കാര്യം മനസ്സിലായിട്ടില്ല. എടാ ഇന്ന് അനിയൻകുട്ടിന്റെ ബർത്ത്ഡേ അല്ലേ? അവൻ അനാഥാലയത്തിലേക്ക് അച്ഛനെ കാണാൻ പോയിരിക്കണേ. ഉച്ചസദ്യ കഴിഞ്ഞാ അവനിങ്ങ് പോരും. വൈകിട്ട് അവനൊരു പാർട്ടി കൊടുക്കണ്ടേടാ. അത് പിന്നെ വേണം. വിക്രം പറയും, പണി ഒതുക്കിട്ട് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്താലോ? സജീവ് പറയും, അത് വേണ്ട, നമുക്ക് ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറന്റില് നല്ലൊരു കോർണർ ബുക്ക് ചെയ്യാം. ജോസഫ് പറയും, എങ്കിലേതെങ്കിലും ബാർ. സജീവ് പറയും, അങ്ങനെ ഇപ്പൊ നീ കുടിക്കണ്ട. അങ്ങനെ അവരെല്ലാവരും കൂടെ ആ പ്ലാനിലാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ തിരികെ വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ. ഡ്രസ്സൊക്കെ എടുത്ത് വരാ. ശ്രീചേട്ടത്തി ഫോണില് അപ്പുമോളോട് എന്തോ അയച്ചു കൊടുക്കുന്ന കാര്യം സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയാണേ. വൈകിട്ടത്തേക്ക് ഞാൻ അയച്ചുതരാം എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യണേ. വേദമെന്ന് കാര്യം തിരക്കുമ്പോ ശ്രീചേട്ടത്തി കാര്യം പറയും, അവളുടെ സ്കൂളിലെ ഒരു കഥയുണ്ട്. ആ ഒരു മത്സരം അവളുടെ ഊഴം നാളെയാണ്. അതിനൊരു കഥ പറഞ്ഞു കൊടുക്കണം, വൈകിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞോ. എന്ത് കഥയാണ് ശ്രീചേട്ടത്തി? ഒരു കഥയില്ലാത്ത എനിക്ക് എവിടുന്ന് കഥ കിട്ടാനാ? അതിനല്ലേ അവളുടെ വേദ ചെറിയമ്മ. പറ, ഞാൻ അവക്ക് പറഞ്ഞു കൊടുക്കാം. വേദ ആദ്യം പഠിക്കുന്നുണ്ടെങ്കിലും പിന്നെ ഡ്രസ്സെല്ലാം അവിടെ വെച്ചിട്ട് പണ്ട് പഠിച്ച കഥയാണേ. അപ്പോഴേക്കും നന്ദിനിയും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് ചെറിയൊരു കഥയാ, പണ്ട് പഠിച്ചതാ. ചെറിയ തെറ്റിന് പോലും വധശിക്ഷ വിധിക്കുന്ന ഒരു രാജാവ്. നന്ദിനി വിചാരിക്കും, ഇവള് കഥാപ്രസംഗ പ്രാക്ടീസും തുടങ്ങിയോ? അങ്ങനെ വേദ വരെ നോക്കിയതിനു ശേഷം കാര്യം പറയും. ഒരിക്കലൊരു യുവാവ് രാജാവിന്റെ അധികാരത്തെ വിമർശിച്ചതിന് അയാൾക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടു. ശിക്ഷ വിധിക്കുന്നതിന് മുന്നേ തനിക്ക് വീട്ടിൽ പോയി വരാനുള്ള അനുവാദം വേണമെന്ന് അയാൾ രാജാവിനോട് പറഞ്ഞു. തിരിച്ചു വരുന്ന എന്താണ് ഉറപ്പെന്നായി രാജാവ്. അപ്പോ തടിച്ചുകൂടിയ ആൾക്കാരിൽ നിന്നും ഒരാളെ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അവൻ വന്നില്ലെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂന്ന്. നീ ആരാണെന്ന് ചോദിച്ചപ്പോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവന്റെ കൂട്ടുകാരനാണെന്ന് അയാള് പറഞ്ഞത്. പരിഹാസത്തോടുകൂടി രാജാവ് പറയും, വിടി, നീ നിന്റെ ജീവനാ പണയം വെക്കുന്നത്. ഇവനൊരിക്കലും തിരിച്ചു വരില്ല.
പക്ഷേ കൂട്ടുകാരന് ഉറപ്പായിരുന്നു. പിറ്റേ ദിവസം 12 മണിയാവുന്നതിന് മുന്നേ മടങ്ങിയെത്തുന്നുള്ള ഉറപ്പിൽ രാജാവ് അയാളെ വിട്ടയച്ചു. അങ്ങനെ അയാൾ വീട്ടിലെത്തി ഭാര്യയെയും മക്കളെയും കണ്ട് അന്ത്യയാത്ര പറഞ്ഞതിനു ശേഷം തിരികെ എത്താനായി മടങ്ങി. പക്ഷേ തിരിച്ചു പോകുന്ന വഴി അയാളുടെ കുതിര ഒരു കുഴിയിൽ വീണ് കാലൊടിഞ്ഞു. നീന്തി വലഞ്ഞു നടന്ന് പലരോടും സഹായം ചോദിച്ച് അയാൾ കൊട്ടാരത്തിലേക്ക് സമയത്തിനെത്താൻ ശ്രമിച്ചു. വധശിക്ഷയ്ക്ക് വിധിച്ച സമയമായി. എന്തെങ്കിലും പ്രശ്നമില്ലാതെ തന്റെ ഫ്രണ്ട് വരാതിരിക്കില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. കൂട്ടുകാരൻ പകരം വധശിക്ഷയ്ക്ക് തയ്യാറായി. എല്ലാവരും അമ്പരപ്പോടെ അയാളെ നോക്കി. അങ്ങനെ വധശിക്ഷ നടപ്പിലാക്കാൻ തുടങ്ങുന്ന അവസാന സമയത്ത് ഏന്തി വലഞ്ഞ് ആ സുഹൃത്ത് രാജസദസ്സിലെത്തി. അയാൾ വിളിച്ചു പറഞ്ഞു, ഞാനിതാ എത്തി, എന്നെ ശിക്ഷിച്ചോളൂ, അവന് വെറുതെ വിട്ടേക്കൂന്ന്. അപ്പോഴേക്കും മരിക്കാൻ തയ്യാറായ ചങ്ങാതി പറഞ്ഞു, വേണ്ട ചങ്ങാതി, ഞാൻ ഇപ്പൊ തന്നെ മനസ്സുകൊണ്ട് മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ തിരികെ പോയി കുടുംബമായി ജീവിക്കൂന്ന്. മറ്റേ കൂട്ടുകാരൻ പക്ഷെ സമ്മതിച്ചില്ല. അങ്ങനെ ഇവരുടെ തർക്കം കണ്ട രാജാവ് പറഞ്ഞു, നിങ്ങളുടെ സൗഹൃദം എന്റെ കണ്ണു തുറപ്പിച്ചു. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ മോചിപ്പിക്കുന്നു എന്ന്. ഇതാണ് കഥ, പോരെ? രുചിർത്തി പറയും, മതി, താങ്ക് യു വേദ. വേദ പറയും, പോവാൻ വരട്ടെ, ഒരു ചോദ്യം കൂടെ. അത് കേൾക്കുന്ന നന്ദിനി പറയും, വേദാളല്ലേ, കഥ കഴിഞ്ഞാൽ ചോദ്യം ഉറപ്പാണല്ലോ. വേദയ്ക്കും എന്താ പറഞ്ഞത്? നന്ദിനി പറയും, അല്ല, എന്താ ചോദ്യം ചോദിക്കായിരുന്നു. ഇതിലെ 2 കൂട്ടുകാരുടെയും സ്വഭാവമുള്ള ഒരാൾ ഇവിടെ ഉണ്ട്, അതാരാണെന്നറിയോ? രണ്ടുപേർക്കും മനസ്സിലായിട്ടില്ല. വേദ പറയും, വിക്രം. സൗഹൃദത്തിനു വേണ്ടി ജീവൻ വരെ കളയാൻ മടിയില്ലാത്ത ആ 2 ചങ്ങാതിമാരും കൂടെ ചേർന്നതാണ് വിക്രം എന്നിങ്ങനെ പറഞ്ഞ് അവർ നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ട് മാഷ് അങ്ങോട്ട് വരും. പക്ഷെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. അത് കേൾക്കുമ്പോ എല്ലാവരും മാഷ് ഇങ്ങനെ ഞെട്ടിലൂടെ നോക്കാണ്. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് നെക്സ്റ്റ് പ്രൊമോ ആണ്. അവിടെ വിക്രമിന്റെ കൂടെ വേദയും ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ടുണ്ട്. അനിയൻകുട്ടൻ രണ്ടുപേരുടെയും കൈ പിടിച്ചിട്ട് വിക്രത്തോട് പറയും, നിന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ആളാണ് വേദ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം കുറേ കാലം. അത് കേൾക്കുമ്പോ അവരിങ്ങനെ പരസ്പരം കണ്ണിലേക്ക് നോക്കുക. പിന്നീട് രാത്രി അവര് പോകുന്ന സമയത്ത് റോഡിലെ ആരൊക്കെയോ ഗുണ്ടകൾ വരുന്നുണ്ട്. അഭിലാഷും ടീമാണ് വിക്രത്തെ എല്ലാം തടഞ്ഞു നിർത്തി തല്ലുക. വേദയാകെ പേടിച്ചിട്ടുണ്ട്. അങ്ങനെ വിക്രം ഒരാളെ അടിക്കുന്ന സമയത്ത് വേറൊരാൾ വിക്രമിനെ കുത്താനായി കത്തിയായിട്ട് വരുമ്പോ ഇത് കാണുന്ന അനിയൻകുട്ടൻ വിക്രം എന്ന് വിളിച്ച് ഓടി വരികയാണ്. അങ്ങനെ ആ കത്തിക്ക് ഇരയാവുന്നത് അനിയൻകുട്ടനാണ്. ഇത് കണ്ട് വേദയും വിക്രമും ഞെട്ടിലോടെ നിൽക്കുന്നതാണ് ഈ ഭാഗത്തിലുള്ളത്. അപ്പോ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പുതിയ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.